അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓരോ മാസത്തിൽ പുരക്ക് കുറ്റിയടിച്ചാലുള്ള ഫലങ്ങൾ എന്താണ് എന്നാണ് നമുക്ക് ഈ എപ്പിസോഡിൽ പറയാനുള്ളത്. കലിമ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മുഹറം, സഫർ ഈ 2 മാസത്തിലും പുരക്ക് കുറ്റിയടിച്ചാൽ, പുരയെടുക്കുക എന്ന് പറഞ്ഞാൽ പുരക്ക് കുറ്റിയടിക്കലാണല്ലോ തുടക്കം. അങ്ങനെ പുരക്ക് കുറ്റിയടിച്ചാൽ അത് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. ഇടങ്ങേറ് ബുദ്ധിമുട്ടുകളും എപ്പോഴും ഉണ്ടാകുമെന്നാണ് ഗ്രന്ഥകാരൻ്റെ വിശദീകരണം. മുഹറം മാസത്തിലും സഫർ മാസത്തിലും നമ്മൾ പുരക്ക് കുറ്റിയടിച്ചാൽ, അതേ സ്ഥാനത്ത് റബീഉൽ അവ്വലിൽ നമ്മൾ പുരക്ക് കുറ്റിയടിച്ചാൽ ബർക്കത്തും സന്തോഷവും ഉണ്ടാകും എന്നാണ് അതേ ഗ്രന്ഥകാരൻ പറയുന്നത്. അതുപോലെ കുട്ടികൾ അധികരിക്കും ആ വീട്ടിൽ. പേരക്കുട്ടികളായിട്ടും എപ്പോഴും കുട്ടികളുടെ ശബ്ദം ഉയരുന്ന ചെറിയ കുട്ടികൾ എപ്പോഴും ആ വീട്ടിലുണ്ടാവും എന്നാണ് പറയുന്നത്. അതേ സ്ഥാനത്ത് റബീഉൽ ആഖിറിലാണ് കുറ്റിയടിച്ചതെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് എന്നും ഒരു കലിശവും രോഗം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ പുരയിൽ ഒരു സുഖമില്ലാത്ത അവസ്ഥയാണ് സംജാതമാവുക എന്നാണ് നമ്മുടെ ഗ്രന്ഥകാരൻ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കുറ്റിയടിക്കുമെങ്കിലും പിന്നെ തറക്കല്ലിടൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ കൂടുതൽ നല്ല ദിവസങ്ങളും നല്ല സമയങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിനെ മറികടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയായാലും അലല്ലാഹ്, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് നമുക്ക് വിശ്വസിക്കാനുള്ളത്. എന്നാലും ഒരു ഗ്രന്ഥകാരൻ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം പറയണം. ആ ഉത്തരമാണ് നാം പറയുന്നത്. ജമാദുൽ അവ്വലിലാണ് നമ്മൾ പുരക്ക് കുറ്റിയടിച്ചത് എങ്കിൽ ബർക്കത്തും ധനവും ഐശ്വര്യവും സുഗമമായ ജീവിതവും ആ വീട്ടിൽ ഉണ്ടാകുമെന്നാണ് ഗ്രന്ഥകാരൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ നല്ല സമയം നോക്കിയും നല്ല കാലം നോക്കിയുമൊക്കെ ചെയ്യാവുന്ന പ്രവൃത്തിയാണ് ഈ പുരക്ക് കുറ്റിയടിക്കലും തറ ഇടലും ഒക്കെ. ഏതെങ്കിലും ഒരു സമയത്ത് കയറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന വിഷയമാണിത്. അത് തിരഞ്ഞെടുത്ത് ചെയ്യാൻ നമുക്കൊരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാൽ നല്ല സമയം ചോദിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ചോദിക്കുന്നവർക്കുള്ള ഉത്തരമായിട്ട് മാത്രമാണ് ഞാൻ ഈ വിഷയം വിശദീകരിക്കുന്നത്. ജമാദുൽ ആഖിറിൽ നമ്മൾ പുരക്ക് കുറ്റിയടിച്ചാൽ പൊന്നും പൊരുളും ബർക്കത്തും ആ വീട്ടിലുണ്ടാകും. സ്വർണം പോലുള്ള വിലമതിക്കാത്ത സാധനങ്ങൾ, ധനം ആ വീട്ടിൽ ഉണ്ടാവും. ബർക്കത്തും ഐശ്വര്യമൊക്കെ എപ്പോഴും ഉണ്ടാവും. എന്ന് വെച്ചാൽ ആ വീട്ടുകാരനിക്ക് അവന് ബിസിനസ്സിലാണെങ്കിൽ ആ ബിസിനസ് വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, വളരെ കുതിച്ചുയരും. അങ്ങനെയൊക്കെ ആണ് പറയുന്നത്, വിശദീകരിക്കുന്നത് ജമാദുൽ ആഖിറിൽ. ജമാദുൽ അവ്വൽ കഴിഞ്ഞ് ജമാദുൽ ആഖിറിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായി ജമാദുൽ അവ്വലും ജമാദുൽ ആഖിറും വളരെ നല്ല കാലഘട്ടമാണെന്ന് പുരക്ക് കുറ്റിയടിക്കാൻ. ഒരു പുര എടുക്കുക എന്ന് പറഞ്ഞാൽ പുരക്ക് കുറ്റിയടിക്കലാണ് അതിൻ്റെ തുടക്കം. അത് നന്നായാൽ മതി. ആ ഒരൊറ്റ കാര്യം മറ്റുള്ളത് നിങ്ങൾ ഏതെങ്കിലും ദിവസത്തിൽ ചെയ്താൽ അത്ര പ്രശ്നം വരില്ല. ഈ തുടക്കമാണിത്. റജബ് മാസത്തിൽ ഒരാൾ പുരക്ക് കുറ്റിയടിക്കുകയാണെങ്കിൽ ആ പുരയിൽ ഐശ്വര്യവും നിഅമത്തും ബർക്കത്തും വന്നെത്തുമെന്നാകുന്നു ഈ ഫുഖഹാ, ഈ ഗ്രന്ഥകാരൻ പറയുന്നത്. അതേ സ്ഥാനത്ത് ഷഅബാനിലാണെങ്കിലോ, ഷഅബാൻ മാസത്തിലാണെങ്കിൽ ആ പുരയിൽ മുഷിപ്പും ബുദ്ധിമുട്ടും ഹലാക്കും ഒക്കെ ഉണ്ടാവും എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. വിഷമങ്ങൾ ഉണ്ടാകും ഷഅബാൻ മാസത്തിൽ പുരക്ക് കുറ്റിയടിക്കുന്ന. ഇനി നിങ്ങൾക്ക്
ഈ വിഷയത്തിലൊരു സംശയം തോന്നുകയാണെങ്കിൽ ഈ ഷഹബാനിൽ കുത്തിയടിച്ച് എടുത്ത പുരയിൽ അവരുടെ വിശേഷങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി വിമർശിക്കുകയാണെങ്കിൽ വിമർശിച്ചോളി, കുഴപ്പമില്ല. പക്ഷേ ആദ്യം പഠിക്കണം. ഒരു കാര്യം നമ്മൾ വിമർശിക്കാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണം. എനിക്ക് എൻ്റെ ഉത്തരവാദിത്തം മാത്രമാണ് ഞാൻ നിർവഹിക്കുന്നത്. ഒരാൾ ഒരു പുരക്ക് കുറ്റിയടിക്കാൻ വേണ്ടി ഒരു ഉസ്താദിൻ്റെ അടുക്കൽ ചോദിക്കാൻ പോകണമെന്നില്ല. അത് മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് എൻ്റെ കരിമ ചാനലിലൂടെ നിങ്ങൾക്കിത് അറിയിക്കുകയാണ്. റമദാൻ മാസത്തിലാണ് ഒരാൾ പുരക്ക് കുറ്റിയടിച്ചതെങ്കിൽ ആ പുര തീ പിടിച്ച് നശിക്കുമെന്നാണ്. അത്രയ്ക്കും വിഷമം പിടിച്ച ഒരവസ്ഥയോടുകൂടി ആ വീട് അവിടെ നിന്ന് നശിച്ചു പോകും, പൊളിക്കപ്പെടേണ്ട അവസ്ഥയുണ്ടാകും എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. ഷവ്വാലാണ് പിന്നത്തെ മാസം, പെരുന്നാൾ മാസം. പെരുന്നാൾ മാസമായ ചെറിയ പെരുന്നാൾ മാസമായ ഷവ്വാലിൽ പുരക്ക് കുറ്റിയടിച്ചാൽ നിഅമത്തും ബർക്കത്തും ഐശ്വര്യവും സന്തോഷവും വന്നു ചേരും. നിഅമത്തും ബർക്കത്തും സന്തോഷവും ഐശ്വര്യമൊക്കെ എപ്പോഴും നല്ല ഐശ്വര്യമായിരിക്കും ഷവ്വാലിൽ പുരക്ക് കുറ്റിയടിച്ചവർക്ക്. ദുൽഖഅദ് മാസത്തിലാണ് കുറ്റിയടിച്ചതെങ്കിലോ ആ പുരയിൽ എപ്പോഴും ഫസാദും ഫിത്നയും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഗ്രന്ഥകാരൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയലാണ് നമ്മൾ ആവശ്യം. ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നവർക്ക് മാത്രമുള്ള മറുപടിയാണിത്. അല്ലാതെ വിമർശിക്കാനുള്ളവർക്കുള്ളതല്ല ഇത്, വിമർശകർക്കുള്ളതല്ല. ഇത് നോക്കുന്നവർക്ക് അറിയേണ്ട കാര്യമാണ്. അവർ ഇത് അന്വേഷിച്ച് പോകണ്ടല്ലോ. നമ്മളെ ചാനൽ കാണുന്നവർക്ക്, കേൾക്കുന്നവർക്ക്, അവരിൽ രണ്ട് കൂട്ടരുണ്ടാവും. രണ്ട് കൂട്ടരിൽ ഇവർക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഇത്. അത് അറിയേണ്ടവർക്ക് മാത്രം വേണ്ടിയിട്ട്, അല്ലാതെ വിമർശിക്കുന്നവർക്കല്ല. അപ്പോൾ റബീഉൽ ആഖിറിൽ പിന്നെ ജമാദുൽ അവ്വലിലും ജമാദുൽ ആഖിറിലും വളരെ നല്ല സമയമാണ് കുറ്റിയടിക്കാൻ. അതുപോലെ തന്നെ ശവ്വാലിലും വളരെ നല്ല മാസമാണ് കുറ്റിയടിക്കാൻ. അതേ സ്ഥാനത്ത് ദുൽഖഅദിൽ വലിയ ഗുണം പോരാ, ശഅബാനിൽ ഗുണം പോരാ, പിന്നെ റമദാനിൽ പറ്റൂല, പിന്നെ അതുപോലെ റമദാനിൽ പറ്റൂല, റബീഉൽ ആഖിറിലും പറ്റൂല. ഇങ്ങനെ പറ്റാത്ത സമയമുണ്ട്, പറ്റുന്ന സമയമുണ്ട്. എന്തിനാ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു വീടെടുക്കുമ്പോൾ വളരെ വളരെ വളരെയധികം സ്വപ്നങ്ങളോടും ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് നമ്മളൊരു വീടുണ്ടാക്കുക. അതുണ്ടാക്കുമ്പോൾ ഇതൊന്ന് ചോദിച്ചിട്ട് ഇതൊന്ന് നോക്കിയെന്ന് വെച്ചിട്ട് നമുക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? വാശിപ്പുറത്ത് നമ്മൾ ഒരിക്കലും ഒരു വീടുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരാവശ്യം നിർവഹിക്കുമ്പോൾ അത് വാശിപ്പുറത്താവരുത്. നല്ല നിലയിൽ നമ്മൾ ഉണ്ടാക്കുക, നല്ല നിലയിലുള്ള ചിന്തകൾ നമ്മൾ കൈക്കൊള്ളുക. അതാണ് ഒരു സത്യവിശ്വാസിയുടെ അടയാളം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് ബർക്കത്തും ഐശ്വര്യവും നൽകട്ടെ. ഇനി നമുക്ക് ദിവസങ്ങളെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ പറയാം.